മുസ്ലിം വിരുദ്ധത. അത് പറഞ്ഞ ആളുകൾ തന്നെ അതിന് പിന്നോട്ട് പോയി. അവർക്ക് മനസ്സിലായി ഇരുമ്പ് കടിക്കുക എന്ന് കേട്ടില്ലേ, ഇരുമ്പ് കടിച്ച് പൊട്ടിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പല്ല് പൊട്ടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ മുസ്ലിം വിരുദ്ധനാക്കാം എന്ന് വിചാരിച്ച ആളുകൾക്ക് തെറ്റി എന്നവർക്ക് മനസ്സിലായി. അത് അതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്ന വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നു. കാരണം ഇതോടടിച്ചിട്ട് കാര്യമില്ല. ഈ ഇരുമ്പ് കടിച്ചാൽ ഇരുമ്പ് കടിക്കുകയല്ല, ഞങ്ങളുടെ പല്ല് പൊട്ടിപ്പോവാണ് ചെയ്യുക എന്ന് മനസ്സിലായ ആളിൽ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ വി എസ് അച്യുതാനന്ദനെ പോലെ ഇതിനകം തന്നെ എല്ലാവർക്കും കുറെ കൂടെ തെളിമയോടുകൂടി മനസ്സിലായ ഇത്രയും കാലമായിട്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുനടന്ന വി എസ് അച്യുതാനന്ദൻ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരാൾ, നിങ്ങൾ മുസ്ലിം ആണല്ലേ, എന്നാൽ നിങ്ങളോട് ഞാൻ വിവേചനപരമായിട്ട് പെരുമാറിയേക്കാം എന്ന് വിചാരിക്കും എന്ന് ആരെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് തെറ്റി. ഇപ്പോൾ അല്പം മുമ്പ് ഞാനത് നോക്കിയപ്പോൾ കണ്ടില്ല. അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് വേണ്ടി ഒരു കത്തെഴുതിയതിൻ്റെ ഒരു കോപ്പി ഞാൻ കണ്ടു. ആ സ്വാതന്ത്ര്യ സമര സേനാനി, ഞാനത് ഈ ഘട്ടത്തിലായതുകൊണ്ട് മാത്രം പറയുന്നത്, ആ സ്വാതന്ത്ര്യ സമര സേനാനി ഒരു മുസ്ലിം പേരുകാരനാണ്. വളരെ 50-52 വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പൗർവ്വ ചന്നെഴുതിയിരിക്കുന്ന ഒരു കത്താണ്. അപ്പോൾ മുസ്ലിം വ്യക്തികളാണെങ്കിലും ഒരു ജനസാമാന്യം എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇവർക്കാർക്കും എതിർക്കാനൊന്നും പറ്റുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, അതായത് പക്ഷേ ഏത് മനുഷ്യർക്കും എന്ന പോലെ വിമർശിക്കാവുന്ന ഇടങ്ങളൊക്കെ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകും. ഏത് മനുഷ്യനും എന്ന പോലെ, ഏത് നേതാക്കൾക്കും എന്ന പോലെ. പക്ഷെ അത് ഈ മുസ്ലിം വിരുദ്ധതയുടെ കാര്യത്തിലല്ല.